ഏദൻ, ആദ്യ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടം അഥവാ ദേവാലയം. ദൈവം മനുഷ്യനായി രൂപകൽപ്പന ചെയ്ത പുണ്യസ്ഥലമാണ് ഏദൻ. മനുഷ്യനോടൊപ്പമുള്ള അവൻ്റെ സാന്നിധ്യത്തിനും അവനെ ആരാധിക്കുന്നതിനും അവനിൽ ആശ്രയിക്കുന്നതിനുമുള്ള ഒരിടമായിരുന്നു അത്. ദൈവിക സൃഷ്ടികളായ നമ്മളുമായി നേരിട്ട് ഇടപഴകാൻ കഴിയുന്ന ഒരു വാസസ്ഥലം, ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ഇടം അഥവാ മനുഷ്യൻ്റെ ആദ്യത്തെ ദേവാലയം ഏദനാണ്. ഏദനിൽ എല്ലാമുണ്ട്. കാണുവാൻ ഭംഗിയുള്ളതും തിന്നുവാൻ നല്ല ഫലമുള്ളതുമായ ജീവൻ്റെ വൃക്ഷവും വിലക്കപ്പെട്ട കനിയായ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. നോക്കുക, ഇതല്ലേ എല്ലാം നിറഞ്ഞ ഇന്നിൻ്റെ നമ്മുടെ ഭൂമിയും. ഇന്ന് വിലക്കപ്പെട്ടതിൻ്റെ പുറകെ പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ പോകാതിരിക്കാൻ നാം വസിക്കുന്ന ഇടം പുണ്യസ്ഥലമെന്നും ഇവിടെയും ദൈവസാന്നിധ്യവും ഉണ്ടെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് നാം വസിക്കുന്ന ഇടം ഏദൻ്റെ അനുഭവമാക്കുന്നത് അഥവാ ആരാധനയുടെ ഇടമാക്കി മാറ്റുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. പ്രാർത്ഥനകളാൽ നിറഞ്ഞ ഒരു പുണ്യദിനമായി തീരട്ടെ.